ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശം ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് കരയാണ്. എന്നാലും എന്റെ പൊന്നുമോൻ, നമ്മൾ അവനെ തേനും പാലും കൊടുത്ത് വളർത്തിയതല്ലേ അമ്മേ. അവൻ ജയിൽ പുള്ളികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എനിക്ക്. അവൻ അവിടെ എന്താണ് വെറും ചോറും പച്ചച്ചോറും അതുപോലെ തന്നെ എന്തിനാ ചമ്മന്തിയും കൂട്ടി കഴിക്കണത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യമ്മേ എന്ന് പറയുമ്പോ അമ്മ പറയണ്ടേ, എടാ ജയിൽ പുള്ളികൾക്കൊക്കെ ഇപ്പൊ നല്ല ഭക്ഷണമുണ്ട്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവൻ നല്ലതായിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. നീ ഭക്ഷണത്തിന് മുമ്പ് കരയല്ലേ, ദോഷമാണ് എന്ന് പറയാണ്. അങ്ങനെ പ്രകാശം കണ്ണൊക്കെ തുറച്ച് ഭക്ഷണം കഴിക്കാട്ടോ. ആ സമയത്ത് അമ്മമ്മ മനസ്സ് വിചാരിക്കണ്ട്, ദോഷമാണ്, നിനക്ക് ഇനിയും ദോഷം വരട്ടെടാ, നന്നായിട്ട് ദോഷം വരട്ടെ എന്ന് പറയുന്നുണ്ട്. ശേഷം പ്രകാശം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ പറയണ്ട്, എടാ നീ ഫുൾ ഭക്ഷണം കഴിക്കും, നിനക്ക് വേണ്ടി തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചത്, നീ എല്ലാം കഴിക്കും, മതിയമ്മേ വയറ് നിറഞ്ഞു എന്ന് പറയാണ്. വയറ് നിറച്ചും കഴിച്ചല്ലോ എന്റെ പൊന്നുമോൻ, കഴിച്ചു അമ്മേ. എന്താ? ഒന്നുമില്ല, ഇനി ഒരു ഗ്ലാസ് പാലും കൂടി തരാം, അതിനുശേഷം സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇനി പാലും ഉണ്ടോ? പിന്നെ നല്ല തിളപ്പിച്ച് ചൂടാറ്റിയ പാല് ഞാൻ റൂമിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ പാല് കുടിച്ച് കിടന്നുറങ്ങിക്കോ. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അകത്ത് പോകാനുണ്ട്. ആ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞ് പോത്ത് പോലെ കിടന്നുറങ്ങാട്ടോ. അമ്മമ്മ ഒരു ഇരുമ്പൊലൊക്കെ അവിടെ അടുക്കളയുടെ ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇരുമ്പൊലൊക്കെ എടുത്തോണ്ട് വരുവാണ്. രാത്രി നോക്കോ പ്രകാശ് നല്ല ഉറക്കമാട്ടോ. എടാ എന്റെ കല്യാണി മോളെ, കിരൺ മോനെ, കാർത്തിക മോളെ, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും കൊല്ലാൻ നടക്കുവാണല്ലോ നീ. ആദ്യം നിനക്ക് കൊല്ലേണ്ടത് എന്റെ കല്യാണി മോളെ ആണല്ലേടാ. അവളുടെ അമ്മ അവളെ വയറ്റിൽ ചവക്കണ സമയത്ത് കൊല്ലാൻ നടന്നില്ലടാ ഞങ്ങള്. ഇനി അവള് ജീവിക്കട്ടെടാ, സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ആ കിരൺ കല്യാണം കഴിച്ച പിന്നെയാണ് അവള് മനസ്സമാധാനം അറിയണത്. ഇനിയെങ്കിലും അവള് സ്വസ്ഥമായിട്ട് ജീവിക്കില്ല. അതിന് നീ ജീവനോടെ പാടില്ല. ഞാൻ നിന്റെ ജീവനൊന്നും എടുക്കുന്നില്ല, നിന്റെ കാല് ഞാൻ എടുക്കാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് ആ ഇരുമ്പോലൊക്കെ വെച്ചിട്ട് പ്രകാശിന്റെ കാലിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കണം. പ്രകാശ് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും അതേടാ ഞാൻ തന്നെയാ നിന്റെ അമ്മ, നിന്നെ ഇനി ജീവനോടെ നീ മുട്ടിലെഴുതി നടക്കണത് എനിക്ക് കാണോടാ, നിനക്കിനി കാല് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് കാലില് പിന്നെ അടിക്കണം. പ്രകാശനൊന്നും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ അമ്മമ്മ പിന്നെ വലഞ്ചും വരഞ്ചും ഒക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക കേട്ടോ. അവസാനം അമ്മുമ്മ എല്ലാം കഴിഞ്ഞിട്ട് പോണത് നമ്മുടെ കല്യാണിന്റെ കിരണിന്റെ വീട്ടിലേക്കാണ്. അല്ല അമ്മുമ്മ എന്താ രാവിലെ തന്നെ ഞാന് നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് വരുവാ മോളെ. നല്ലൊരു പ്രവൃത്തിയോ? മനസ്സിലായില്ല അമ്മുമ്മ എന്താ ഉദ്ദേശിച്ചത് കിരൺ ചോദിക്കുമ്പോ. അതെ, ഞാൻ വളർത്തി വഷളാക്കിയ ഒരുത്തനുണ്ടല്ലോ പ്രകാശൻ, അതിനുശേഷം ഞാനും അവനും വളർത്തി വഷളാക്കിയതാണല്ലോ വിക്രത്തിന്. അപ്പൊ എല്ലാത്തിനും ഞാൻ കുഴപ്പം കുറിക്കുന്നത് ആ പ്രകാശനാണ്. അപ്പൊ അതുകൊണ്ട് അവൻ എന്നിട്ട് ഇപ്പോഴും കല്യാണി മോളെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുവാണ്. റോട്ടിൽ പോണ ബാലനോടും കാണുന്നവരത്തെ എല്ലായിടത്തും പറയാ എന്റെ കല്യാണി മോളെ കൊല്ലുമെന്ന്. അവനങ്ങനെ കൊല്ലാൻ വരണമെങ്കിൽ അവന് രണ്ട് കാലുകൾ വേണമല്ലോ നടന്നു വരാൻ. അവന്റെ കാല് ഞാൻ അങ്ങ് എടുത്തു മോളെ എന്ന് പറയാണ്. എടുത്തുന്നോ? അമ്മ എന്തൊക്കെയാ പറയണത്? അതെ, അവന്റെ കാല് നന്നായിട്ട് ഞാൻ അടിച്ചു. അത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല, എന്റെ കാല് തീരുന്നവരെ ഞാൻ അടിച്ചു. മിക്കവാറും അവനിന് നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, ആ രീതിയിൽ ഞാൻ അടിച്ചേക്കണം. അമ്മമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? പിന്നെ ചെയ്യണ്ടേ, അവൻ അങ്ങനെയെങ്കിലും ചെയ്യണ്ടേ. ആ വിക്രമന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ വിക്രത്തെ തല ഞാൻ തല്ലി പൊട്ടിച്ചാനെ എന്നൊക്കെ പറയാണ്. ഈ അമ്മുമ്മ എന്തൊക്കെയാ അമ്മമ്മ ചെയ്തു തന്നിരിക്കണം. അമ്മുമ്മ അതിന്റെ അകത്ത് വിളിക്കുകയാണ്. അതിനുശേഷം ദീപ പറഞ്ഞിട്ട് എന്തായാലും നന്നായി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ പറയാ കേട്ടോ. നന്നായി എന്ന് പറയുമ്പോഴേക്കും കല്യാണി ചോദിക്കണ്ടേ, എല്ലാ അമ്മക്ക് വിഷമം തോന്നില്ലേ? സ്വന്തം മകനല്ലേ ഇങ്ങനെ അടിക്കുമ്പോ വിഷമമൊന്നുമില്ലേ? എന്ത് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല മോളെ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശം ഹോസ്പിറ്റലിൽ കിടക്കാണ്. കാലനക്കാൻ വയ്യട്ടോ, കാലാണെങ്കിൽ ഒടിഞ്ഞു പോലെ, അതായത് കാലില്ല പ്രകാശൻ, ആ രീതിയിലാണ് കിടക്കുന്നത്. അവിടേക്ക് നമ്മുടെ ലക്ഷ്മി കാർത്തികനെ കൊണ്ട് വരുന്നുണ്ട് പ്രകാശിനെ കാണിക്കാനായിട്ട്. പ്രകാശിന് അത് കണ്ട് വലിയ കുലുക്കൊന്നുമില്ല. തന്റെ മകളാണെന്ന രീതിയിൽ പോലും പ്രകാശൻ ആ കാർത്തികയുടെ മുഖത്ത് പോലും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കാർത്തികക്ക് കല്യാണിനേക്കാളും കുറച്ചുകൂടി സ്നേഹം പ്രകാശനോട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാർത്തിക സ്നേഹത്തോട് കൂടി തന്നെ പ്രകാശനെ നോക്കണം. പക്ഷെ പ്രകാശൻ ദേഷ്യത്തോടെയാണ് കാർത്തികനെ ലക്ഷ്മിനെ നോക്കുന്നത്. ലക്ഷ്മി അഹങ്കാരത്തോടു കൂടി പ്രകാശനോട് ചോദിക്കണ്ടേ, നീ ഇങ്ങനെ നിരങ്ങടാ, നീ ജീവിതകാലം ഫുള്ളും നിരങ്ങി ജീവിക്കുക എന്ന് പറയാണ്. അത് കേൾക്കണം പ്രകാശന് ദേഷ്യം വരുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.